പറഞ്ഞ ഈ ആങ്കറും ഈ പറഞ്ഞ പോലെ ഏർജൊക്കെ കുറച്ച് സ്ലോ ഡൗൺ. പക്ഷെ കമലഹാസൻ നേരെ തിരിച്ച് ഇത് നേരെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് ബാലചന്ദ്ര സാറും പറയും, ഒരു മീറ്റിംഗിൽ പറഞ്ഞു ഇങ്ങനെ കമലഹാസന് ഒരു സ്പീഡ് ബ്രേക്കർ വേണം. Then I said, ഈ സ്പീഡ് പഠിച്ചത് സാറിന്റെ കയ്യിൽ നിന്നാണല്ലോ. So I think this is the speed I am. Now I must go to the terrain where I could fly. ട്രാഫിക് ഉള്ള സ്ഥലത്ത് I won't drive. പക്ഷേ ഇത് ഈ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താ കാരണം വെച്ചാൽ എത്ര പരീക്ഷണം നടത്തിയിട്ടും കമലഹാസന് മതിയാകുന്നില്ല. കാരണം the audience are ready. They are ready. See, they are ready. And if we are not ready, the first bell is rung, second bell is rung, and we are not ready. That kind of, it is not even anger, it's nervousness of a sort that there is an audience, a ripe field ready to be sowed with the kind of seed we want, ideology, and art, anything. It's a fertile soil, the minds of the people. And they go and see a film by Nolan because there isn't anything like that here. It is not impossible for us to think of a film like Inception. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഏതൊരു ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ ഫിലിമിൽ കമലഹാസൻ സാറിനെ പോലെ അല്ലെങ്കിൽ രജനീകാന്ത് സാറിനെ പോലെ വലിയൊരു ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ടുള്ള ചിലർ വന്നിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നത് കാണാം. അവർക്ക് ഈ ഫീൽഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സാറിൻ്റെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഡൗൺസ് അത്രയ്ക്ക് പറയാനില്ല. ഈ സാറ് പറഞ്ഞല്ലോ ഒരു സ്പീഡ് ബ്രേക്കർ ഇല്ലാതെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സാറിൻ്റെ ഉള്ളിലുള്ള എന്താണ് കാരണം സാറ് വിധിയിലൊന്നും വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പം അത് സാറിൻ്റെ ഉള്ളിലുള്ള എന്ത് ക്യാരക്ടറാണ് സാറിന് ഇപ്പോഴും ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് സാറിന് അറിയാം? ഒരു സെക്കൻഡ്, കമലഹാസൻ സാറിന് ഡൗൺ ഉണ്ടാകണം എന്നുള്ള ലൈനിലാണോ പറഞ്ഞത്? അല്ല സാറിന് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്ത് ആണ് സാറിനുള്ളത് എന്ന്. ഇല്ല, you see, that is the same thing. Anybody, I am not comparing myself to any big names. It will sound proudy ആയിട്ട് തോന്നുന്നു. അതല്ല. For any man, why does a man continue to be a pujari? I am the opposite. So I am asking you something which is on the other side of what I don't believe in. What makes him pursue that? What makes Saint Tyagaraja make songs only on Ram and continue living? Unji Vikti and Vriddhi and Pare. So they beg and eat. He has no other thing except music and Ram. What makes him choose that? No, he gives him pride to be that. He believes in it. That belief is what? It's not faith. സിനിമാ ലോകം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈശ്വരവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ്. ഇത്രത്തോളം അന്ധവിശ്വാസം ഉള്ള വേറൊരു മേഖല സെക്ടർ ഉണ്ടാവില്ല. പക്ഷെ അവിടെ കമലഹാസൻ വ്യത്യസ്തനാണ്. പക്ഷേ കമലഹാസൻ തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് 20 വയസ്സാകുമ്പോൾ ഞാൻ വിശ്വാസിയാകുമെന്ന് ആൾക്കാർ വിചാരിച്ചു, പിന്നെ 30 ഈ കമലഹാസൻ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസിയാകാത്തതെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത്. ഇല്ല, ഞാൻ അവിടെ നിന്ന് വന്നവനാണ്. ജനിച്ചത് ഇങ്ങനെയല്ല, പ്രോസസ്. ആൻഡ് ഐ ഹാഡ് ഫ്രണ്ട്സ്. മൈ ബ്രദർ still he is 81. He calls himself that. I have never questioned him on that. He calls himself a non-believer in all these things. And he was my influence, my uncle. I think he slowly turned towards religion now. All my friends, Thangappa Master from Trivandrum, he was, by virtue of being a Marxist, he didn't get into this. ഇങ്ങനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ട്. And above all, my life and my parents, who let me think in that. അവർ ആവട്ടെ, അവൻ്റെ വിശ്വാസം അതാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിട്ട് എൻ്റെ അച്ഛനെ ഇന്നും ഞാൻ നന്ദി പറയാൻ ബാക്കിയുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും കമലഹാസൻ ഒന്ന് നെട്ടറിയോ, ഒന്ന് ഷേക്ക് ചെയ്തോ? അത് 16-15 വയസ്സോടുകൂടി ആ ഷേക്കിംഗ് നിന്നു. ഇറ്റ്സ് നൗ സ്ലോലി it's becoming, as they bring me more and more proof, it's even more clearer that I need not. ഒരു പൂജയിലും കമലഹാസൻ പങ്കെടുക്കാറില്ലേ? ഇല്ല, I will be with you because for me, ഞാൻ മനുഷ്യരെ പൂജിക്കുന്നവനാണ്. എൻ്റെ പേര് നീതു. ഞാൻ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്നു. സാറ് ഇന്ത്യൻ സിനിമയിലെ ഒരു യൗവന കഥാപാത്രമാണ് ഇപ്പോഴും അന്നും. അപ്പോൾ സാറ് അവേഷൺമുഖിയിലെ സ്ത്രീ കഥാപാത്രമായും അപൂർവ സഹോദരങ്ങളിലെ കുള്ളനായും അങ്ങനെ ഒട്ടനവധി വ്യത്യസ്ത റോളുകൾ അങ്ങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത റോളുകൾ ചെയ്യുമ്പോൾ അങ്ങേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്താണ്? They ask me what is the best
മോമെൻറ്റ് ഫിലിം മേക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ തരുണം, ദാറ്റ് മോമെൻറ്റ് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ വളരെ ആലോചിച്ചു, അത് ഇതായിരിക്കും, അതാ എഡിറ്റിംഗ് സമയത്ത്, റീ റെക്കോർഡിങ് സമയത്ത്, മിക്സ് പ്രിൻ്റ് കാണുന്ന അല്ല, ആദ്യമായിട്ട് കാണുന്ന ഈ ചിത്രത്തെ കാണുന്നവരുടെ കൂടെ ഇരുന്ന് ആ സ്ക്രീനിലോട്ട് നോക്കാതെ ഇവരുടെ മുഖം നോക്കിയിരിക്കുന്നതാണ് സന്തോഷം. ഈവൻ ഇഫ് ഇറ്റ്സ് ബാഡ് റിയാക്ഷൻ, ബട്ട് ദാറ്റ് ട്രെപ്പിഡേഷൻ, ഇറ്റ്സ് ഓൺലി വൺ തിങ് ക്യാൻ ഈക്വൽ ദാറ്റ് ഇൻ ലൈഫ്, ലവ്. Falling in love. റിലീസ് ചെയ്യുമ്പോൾ കമലഹാസൻ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരുടെ മുഖം നോക്കുമോ? അത് പറ്റില്ല. I'll disturb the screening. പക്ഷെ ഇടയ്ക്ക് മുഖംമൂടിയൊക്കെ ഇട്ടിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് പോകാറുണ്ടെന്ന് ചെയ്തിട്ടുണ്ട്. But that is only the pleasure. It is equal. The only other emotion that I can find, which is much better, but this could go near, is love. കമലഹാസൻ ഇപ്പം ടി പത്മനാഭൻ എന്ന് പറഞ്ഞ സെലിബ്രേറ്റഡ് റൈറ്റർ ഉണ്ട്. ഐ തിങ്ക് course. ഹി മസ്റ്റ് ഹാവ് കം ആൻഡ് മെറ്റ് യു ഓൾസോ. മൂപ്പരുടെ ഒരു കഥയിൽ കമലഹാസനെ കുറിച്ചൊരു പരാമർശം പറഞ്ഞിട്ടുണ്ടല്ലേ? പപ്പേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കമലഹാസനെ ഞാൻ മനസ്സിലാക്കിയപ്പോൾ കമലഹാസന് സിനിമ എടുക്കാനോ സംവിധാനം ചെയ്താലോ അഭിനയിക്കാനോ അല്ല ഇഷ്ടം. ആക്ച്വലി ഹി വാണ്ട്സ് ടു ബി എ റൈറ്റർ. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഹിം. അതായത് കമലഹാസൻ്റെ ഉള്ളിലുള്ളത് റൈറ്ററാണ് ആക്ച്വലി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എത്രമാത്രം ശരിയുണ്ട് അത്? ആയിരിക്കാം. ബിക്കോസ് ഐ കെയിം ടു മേക്ക് സിനിമ. സിനിമ ഇസ് എ വേഴ്സറ്റൈൽ മീഡിയമാണ്. അതൊരു റൈറ്റിംഗ് മാത്രമല്ല, സിനിമാറ്റോഗ്രാഫി. അത് റൈറ്റിംഗ് ഫോർ സിനിമ ഇസ് ഡിഫറെൻറ്റ് ഫ്രം റൈറ്റിംഗ് ഫ്രം നോവൽ. അതിനേക്കാളും വളരെ വലിയ ദർ ഇസ് എ ടെൻഡൻസി ഇൻ ഗുഡ് റൈറ്റേഴ്സ് ടു ബിലീവ് റൈറ്റിംഗ് അല്ലേ, ഐ ക്യാൻ റൈറ്റ് ഫോർ സിനിമ. നോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച് ഫ്രം റൈറ്റിംഗ് ഇൻ ടു സ്ക്രീൻ റൈറ്റിംഗ്. പക്ഷേ കമലഹാസൻ തിരക്കഥ സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ഈ പറഞ്ഞ ഓഡിയൻസിനെയാണോ മുമ്പിൽ കാണുന്നത്, അതോ മനസ്സിൻ്റെ വികാരമാണ്? ആക്ച്വലി ഓഡിയൻസ് ഞാനാണ്. When I look at it, this is the kind of ഇതുപോലെ ഒരു ചിത്രം എനിക്ക് കാണണം എന്ന് തോന്നുമ്പോൾ അത് എഴുത്താകുന്നു. പല ആംഗിളിൽ നിന്ന് തിരക്കഥയെ നോക്കോ, സ്ക്രീൻ പ്ലേ നോക്കോ? അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും സിനിമയിലുണ്ട്. ബിക്കോസ് വൺസ് യു റൈറ്റ് ദ സ്ക്രിപ്റ്റ്, പിന്നെ അതിനെ ഒരു ക്യാരക്ടർ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതല്ല, എന്നാലും ഇത് നന്നായിട്ടുണ്ട് നമ്മൾ പറഞ്ഞതിനേക്കാളും, എന്നാ അപ്പൊ അടുത്ത ലൈന് മാറ്റണമല്ലോ. ഈ റൂട്ടിൽ പോയാൽ ഇതല്ല ഈ സീനിന്റെ അവസാനം, ഇങ്ങനെ ആയാൽ അതല്ല എൻ്റെ പടത്തിന്റെ മിഡിൽ ഓഫ് ദ ഫിലിം, ആ മിഡിൽ ഇല്ലെങ്കിൽ അതല്ല ക്ലൈമാക്സ് എന്നൊക്കെ മാറാനുള്ള ഒരു ഇതുണ്ട്. യു ലേൺ വിത്ത് ദാറ്റ്. സർ, എൻ്റെ പേര് സുചിത്ര. ഞാൻ ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് സാറിൻ്റെ സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ്. ഐ എം റിയലി ഇംപ്രസീവ് അബൌട്ട് ഇറ്റ്. വെൻ പീപ്പിൾ ലവ് യു, യുവർ ഫാൻസ് ലവ് യു ലോട്ട്, ആൻഡ് യു ആർ ഗിവിങ് ഇറ്റ് ബാക്ക് ടു ദ സൊസൈറ്റി ഇൻ വൺ ഓർ ദ അതർ വേ. ഇപ്പം ഫാൻസ് ക്ലബ്ബ് വേറെ രീതിയിൽ ചാനലൈസ് ചെയ്ത്, ഇപ്പം ദാറ്റ് യു ഹാവ് കൺവേർട്ടഡ്, യു ഹാവ് പ്രൊമോട്ടഡ് ഇറ്റ് ഇൻ എ ചാരിറ്റി ഓർഗനൈസേഷൻ വേ, ചാരിറ്റി ഓറിയൻറ്റഡ് വേ, റൈറ്റ്? ആൻഡ് ഇവിടെ നമുക്കിപ്പോൾ മലയാളികൾക്ക് ഫാൻസ് അസോസിയേഷൻ എന്ന് കേൾക്കുമ്പം ഒരു ഒപ്പോണൻറ്റിൻ്റെ പോസ്റ്റർ കീറുക അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കൂകുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ബട്ട് യു ഹാവ് ചേഞ്ച് ദാറ്റ് കോൺസെപ്റ്റ് ടോട്ടലി. അത് ചാരിറ്റി ഓറിയൻറ്റഡ് ആക്കി. പിന്നെ അതുപോലെ തന്നെ മരണാനന്തരം യു സെഡ് യു വിൽ ഡൊണേറ്റ് യുവർ ഐസ് ആൻഡ് ദെൻ യു ഗോയിങ് ടു ഗിവ് യുവർ ബോഡി ഫോർ റിസർച്ച് ആൻഡ് ഓൾ. ഇതുപോലെ ഏതൊക്കെ രീതിയിലാണ് സൊസൈറ്റിക്ക് യു ആർ ഗിവിങ് ഇറ്റ് ബാക്ക്? Some of my fans have come into Kerala to donate their eyes for people to use in Kerala. You understand? And they are not from the state. They have come here to do. This is what I want to breed. I want to make many more children like this. If I can sire them or at least adopt them, that would be a life's work well done. So അതാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് ദ ലൈൻ ബിറ്റ്വീൻ മലയാളി, തമിഴ്, കന്നഡിക, തെലുഗു. It's for me it doesn't make any sense, especially because I'm an artist. For me these borders, the passport, I envy the birds who can come anywhere. But when I said Malayali, I was trying to point out the fans club. No, I understand. He very well understood. No, I understood it. What I'm trying to say is I want to even make you are talking about one actor and another. I'm talking about one country and another country. I want to blur. I don't want Pakistan.
But people will mistake that I'm making a very vehement statement. I wanted a world. I want the world. I will not be satisfied with that. I want my silk route. I call it my silk route. ഒരു പക്ഷേ പിന്നെ ഒരു മലയാളി ഒരു തമിഴിൻ്റെ കണ്ണിക്കൂടെ ലോകം കാണുന്നു, കാണും, ഹൃദയത്തിലൂടെ ചിന്തിക്കുന്നു. അതെ, it is possible. കമലഹാസൻ മുന്നോട്ട് വെക്കുന്ന വിഭാവനം ചെയ്യുന്ന ഒരു ലോകം, അതായത് ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനവികതയുടെ അത് വളരെ ഈസിയാണ്, അത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ബട്ട് നോട്ട് ഇൻ എ പൊളിറ്റിക്കൽ ഫീൽഡ്, നോട്ട് ഇൻ എ ഫീൽഡ്, ഇറ്റ് ഇസ് നോട്ട് പബ്ലിസൈസ്ഡ് വെൽ. ദാറ്റ്സ് വൈ ഐ ഹാവ് ആസ്ക്ഡ് മൈ ബ്രദേഴ്സ് ടു കം ഡൗൺ ഹിയർ. ഒരു കാര്യം ശരിയാണ്, ഒരുപക്ഷെ ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, അതായത് മലയാളം കമലഹാസന് കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്നേഹം കമലഹാസൻ മലയാളത്തിന് കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കേരളം ഒരു അവാർഡും കൊടുത്തിട്ടില്ല കമലഹാസന്, പക്ഷേ കമലഹാസൻ കേരളത്തിന് എപ്പോഴും അവാർഡ് കൊടുത്തുകൊണ്ടിരിക്കും. എന്നോട് ചോദിച്ചു ഇങ്ങനെ, have you felicitated a Malayalam actor like Malayalam actor like this in Tamil Nadu എന്ന് ചോദിച്ചു ഇവിടെ വരുന്ന മുമ്പ്. ഒരു പ്രൈഡോടാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കാം, യു ഗോയിങ് ടു മൈ കേരള? ഇറ്റ്സ് എ മലയാളി ഹു ഈസ് ആസ്കിങ് മീ. ഒരുപക്ഷെ ഒരാളെ മുഖ്യമന്ത്രി തന്നെ അവിടെ ആക്കിയിട്ടുണ്ട്. That was your answer. No. I said, this is the government which is doing it. I am a small man, but in my own way, I felicitate at least one Malayalam actor in a film where I write. There is always, you will find, there will be one Malayalam actor. കമലഹാസൻ അത് മാത്രമല്ല, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ താങ്കളുമായിട്ട് കപ്പിൾ ഓഫ് ടൈംസ് ഹാവ് ഇൻറ്ററാക്റ്റഡ്. പിന്നെ താങ്കളുടെ ഇൻറ്ററാക്ഷൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മലയാളത്തെക്കുറിച്ച് താങ്കൾക്ക് പറയുമ്പോൾ ഒരുപക്ഷെ തമിഴിനോട് കാണിക്കുന്നേക്കാളും സ്നേഹം താങ്കൾ കാണിക്കാറുണ്ട്. അത് തമിഴന്മാർ താങ്കൾക്കെതിരെ തിരിയാൻ വേണ്ടി പറയണല്ല, ഇല്ലല്ല, എനിക്ക് എല്ലാം പലർക്കും അറിയില്ല. കമ്പരാമായണം was the first performance of കമ്പരാമായണം was in Kerala. ഒരിക്കൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചു, മറ്റ് ഏത് ആക്ടേഴ്സ് പോയാലും ഞാൻ രാഷ്ട്രീയത്തിൽ പോവില്ല എന്ന്. ഈ രാഷ്ട്രീയത്തിൽ സാറിനത് നേരത്തെ മാരേജിന്റെ കാര്യം പറഞ്ഞല്ലോ, പൊളിറ്റിക്സിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ സിനിമയുടെ ശ്രദ്ധ நிகழ்கின்ற அரசியல்னு நாங்கள் தமிழில் சொல்லுவோம். அதுக்கு மேலே தான் எனக்கும் அரசியல் வந்து இட்ஸ் அ டூல் தட் வி ஹவ் இன்வென்டட். നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇറ്റ് ഷുഡ് ബി എ ടൂൾ. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ക്രൗൺ ഓൺ എനിബഡീസ് ഹെഡ്. പക്ഷേ കമലഹാസൻ ഈ രാഷ്ട്രീയത്തിൻ്റെ ഘടന മാറാൻ പോകുന്നില്ല, അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഗെറ്റ് ഇൻ ടു പൊളിറ്റിക്സ്. ബട്ട് വെൻ ഐ ഓൾവേസ് കെപ്റ്റ് സെയിങ്, ലൈക്ക് എവ്രിബഡി ഗോട്ട് ഇൻ ടു പോളിറ്റിക്സ് in 1946 and 47. Correct. You had to. It was a national requirement that you became political and spoke your will. But the next time that happens in India, there will be guns out. ഇപ്പോൾ പൊളിറ്റിക്സിനെ കുറിച്ച് അവർ പറഞ്ഞപ്പോൾ കമലഹാസൻ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ശ്രദ്ധിച്ച താങ്കളുടെ ഡയലോഗ്, അൻപേ ശിവത്തിലൊരു ഡയലോഗുണ്ട്. ഈ സോഷ്യലിസ്റ്റിൻ്റെ തകർച്ച, കമ്മ്യൂണിസ്റ്റിൻ്റെ പോക്കിനെ കുറിച്ച് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ Yes. താജ്മഹൽ പോയി എന്ന് വിചാരിച്ച ലവ് ചെയ്യാതിരിക്കുമോ എല്ലാവരും? Where did you get that particular dialogue? Because I genuinely feel this what I am telling you now, the next time it is very much like Einstein said, the Third World War will be fought the Fourth World War will be fought with bows and arrows, because nothing will remain if the Third World War comes. That's exactly what I'm saying. When something like that, when everybody becomes political in this country, it will be a very political, a violent political moment. And I hope our politicians don't allow that to happen. I'm Shifali. I'm doing my final year BCom in All Saints. It is like your movie was released at a very young age, and you actually won a national award at the age of 6. 5 or 6. Yeah. Yes, and so you never really had an opportunity, or you never really had a need to go in for formal education. No, I was. But not a degree and higher studies and further on. I chose to walk out of it. Yes, and you've done well, superbly well. Yes, yeah, you have. but that doesn't mean formal education is not the only form of education. Correct. Exactly. That's what I want to hear from you. But education is not eschewable. You have to. If you're a gorilla, you must educate yourself to take ants out of an ant hole wet with your saliva. You must learn to break the nut. Without that basic education, you're a dead gorilla. But Kamal Hassan, but she need to complete her course.
Yes, that's what I yeah, said. that's what- So do you want to be? Trying to find an escape route here. Is it okay without it? She will go No, back no. home and say, You'll have to crack Yes, that. Kamal nut. Hassan yeah, did it, so can Kamal I? Hassan sir said, no need of going for formal education. Yeah, so I am not going to college from tomorrow onwards. Okay, quick. കുഞ്ഞുനാളിലെ ഫേസ് അല്ല, അത് കുറച്ച് കഴിഞ്ഞ് മാറും പേര്. അപ്പോൾ നമുക്കിപ്പം സാറിൻ്റെ കുറേ ഫേസ്, അത് ഓരോ ഫിലിമിലും സാറിന് വ്യത്യസ്തമായ മുഖങ്ങളാണ്. അപ്പോൾ ഫാൻസിനാണെങ്കിൽ ഓരോ മുഖവും അവർ ഓരോന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറിൻ്റെ മുഖം ഏതാണ്? വരാൻ പോകുന്ന മുഖമാണ് 70 വയസ്സ് കമൽ. അത് കാണിച്ചിട്ടുണ്ട്. അതെ, അല്ല പക്ഷേ കമൽഹാസൻ ഒരു ചോദ്യം ഒരുപക്ഷെ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഈ കോസ്റ്റ്യൂമിൻ്റെ മുകളിൽ ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ആൾ കമൽഹാസൻ എല്ലാം ആയിട്ടുണ്ട്. കിളവനായി, കുട്ടിയായി, പെണ്ണായി, സ്ത്രീയായി, ഇഡിയറ്റായി, ഡ്വാർഫായി, വാട്ട് നോട്ട്. ഇത്രത്തോളം തീക്ഷ്ണമായിട്ട് ഈ കോസ്റ്റ്യൂം എടുത്ത് പരീക്ഷിക്കാൻ എന്താണ് എൻ്റെ കാരണം? ഇല്ല, അത് ഇപ്പം ദശാവതാരം വന്നു, പക്ഷേ ഞങ്ങൾക്ക് അല്പം വിഷമമായി. വെച്ചാൽ വി വാണ്ടഡ് കമൽഹാസൻ എവരിവെയർ, ബട്ട് വി ആർ നോട്ട് ദേർ. അതിപ്പോൾ ഉണ്ട്. ഇപ്പോൾ മന്മഥൻ അമ്പ് ചിത്രത്തിലുണ്ട്. മന്മഥൻ അമ്പിലാണ്. ബിക്കോസ് ഐ തിങ്ക് സി വിൽ ബി ഹാവിംഗ് ദി യങ്ങസ്റ്റ് കമൽഹാസൻ, അല്ലേ സർ? ഐ ഹോപ്പ് സോ. 30 വയസ്സുകാരൻ കമൽഹാസൻ. അങ്ങനെ ഒന്നും കള്ളം പറഞ്ഞിട്ടില്ല, പറഞ്ഞില്ല. ഓക്കെ. So at this juncture, can we have the pleasure to dance with you, sir? Yes, what now? Yeah. Where's the music? Oh, this? Yeah. Come on, buddy. What do I do? What do you want me to do? Do something. I'm too old to do this. Stand with the step. I've stopped doing all this, if you have noticed. Not because I can't do it, but it looks so silly. It doesn't. It looks so silly on. Because yesterday I was watching your video, this one. It still looks fresh and alive. I'm not saying it to sugarcoat you or anything, but seriously, it looks. Okay, we'll try something. അല്ല എനിക്കൊന്ന് കമൽഹാസൻ നൃത്തം ചെയ്യുന്ന കാണാൻ എല്ലാം മലയാളിക്ക് ഇഷ്ടമാണ്. But I would like to do a film like സാഗര Salangavalli. Yeah, Okay. Sagar Sangamam. That's challenging. I mean, this is. എനിക്ക് ഞങ്ങളുടെ തങ്കപ്പൻ മാസ്റ്ററാണ് സാറിനെ പഠിപ്പിച്ച് Yes. ഡാൻസ്. അതിനു മുമ്പ് there were some good teachers. Natarajan was my first teacher. Then very many teachers. I came to him after learning from them. Kulkarni taught me Kathak. And Tangappa master gave me the style that he learned from Jai Shankar master and other people. നല്ലൊരു നർത്തകനായിട്ടുള്ള കമലഹാസനെയാണ് ഒരുപക്ഷെ ഒരുപാട് മലയാളികൾ നെഞ്ചിലേറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കുട്ടികൾ പറയുന്ന കമലഹാസൻ നൃത്തം ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. I just want to ask you one thing. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് grain in your voice that was self-inflicted. Is it true? Yeah. I wanted to do it for Sagar Sangamam. Okay. So I thought my voice was too high pitched and we didn't have technology then. So I thought I'd give it a grain. So a One screen. last question. Yeah. Sir, Should be the last question. No Yeah. more last question. Okay. സർ, മണിരത്നം സംവിധാനം ചെയ്ത നായകന് ശേഷം പിന്നീട് നിങ്ങൾ രണ്ടുപേരെയും കൂടെ കാണാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. We've been talking about it so many times. We must have sat at least 6 times after Nayagan. എന്തോ സംഭവിച്ചില്ല. ഓക്കെ, ഐ തിങ്ക് നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് വി ഹാവ് ടേക്കൺ മോർ ദാൻ വാട്ട് വാസ് സപ്പോസ് ടു ബി ടേക്കൺ ഫ്രം ഹിം. വളരെ വാല്യുബിൾ ആയിട്ടുള്ള സമയം എടുത്തിരിക്കുന്നു. സോ വി വിൽ വൈൻഡ് അപ്പ് വിത്ത് ദിസ്. സാറിന് വേണ്ടി ഞാനൊരു പാട്ട് പാടിത്തരാം. ഷീ ഈസ് ഡെഡിക്കേറ്റിംഗ് എ Oh, സോങ്. yeah, yeah. ഓക്കെ. பார்த்த முதல் நாளே, உன்னை பார்த்த முதல் நாளே, காட்சி பிழை போலே, உணர்வின் காட்சி பிழை போலே, உரலையாய் வந்தே அலையடித்தாய், கடலாய் மாறி பின் என எழுதாய், என் கனாவை தாங்கிய உன்முகம்
மோகம் இன்று மறையாதே. ഓക്കെ സർ, ഇത്രയും സമയം ഇത്ര സജീവമായി സചേതനമായിട്ട് ഞങ്ങളോട് സംസാരിച്ചതിൽ സംവദിച്ചതിൽ വളരെ വളരെ നന്ദി. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, 18 മാത്രമല്ല ഈ പറഞ്ഞ മന്മഥൻ അമ്പ് എന്നുള്ള സിനിമയിലൂടെ കമലഹാസൻ്റെ നിറഞ്ഞ യൗവനം ഒരിക്കൽ കൂടി മലയാളികൾ കാണട്ടെ എന്നും കൂടി ഞങ്ങൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.